ഇന്നല്ലേ പപ്പു ലൈബ്രറിയില്? ഇല്ല. അന്ന് എന്തിനായിരുന്നു പപ്പു ഭസ്മം തൊട്ടുകൊണ്ട് തപസിരുന്നത്? എന്തിനായിരുന്നു? ഞാനത് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വശീകരിക്കാൻ. ആരെയാ പപ്പൂസിനെ വശീകരിക്കേണ്ടത്? രതി ചേച്ചിയെ. പപ്പൂസ്, അതെ. എന്താ ഊട്ടി ഇത്? സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കണ്ട് തോന്നിയാസം കാണിക്കുകയാണോ? മതി, മേലിൽ എൻ്റെ അടുത്ത് ഈ കളിയും തമാശയും കൊണ്ട് വന്നേക്കരുത്. പറഞ്ഞേക്കാം. എന്ന് വരുമെന്ന് എഴുതിയിരിക്കുന്നേ. അടുത്ത ആഴ്ച ആളിങ്ങെത്തും. പോസ്റ്റ്മാൻ വന്ന് കയറിയപ്പോ മുതൽ ടീച്ചറുടെ വെപ്രാളം ഞാൻ നോക്കുമായിരുന്നു. അതുപോട്ടെ, കൃഷ്ണൻ നായർ എന്ന് വരുമെന്നാ എഴുതിയിരിക്കുന്നേ? തീയതി എഴുതിയിട്ടില്ല. ഇവിടെ ചേച്ചിക്ക് വെക്കേഷൻ തുടങ്ങിയ പിന്നെ ചേട്ടൻ അവിടെ ഇരിപ്പുറയ്ക്കുവോ? പട്ടാളക്കാരന്റെ ഭാര്യ ആയാലുള്ള ആദ്യ വല്ലോ നിനക്കറിയോ? എന്റെ അഭിപ്രായത്തില് പട്ടാളക്കാര് കല്യാണം കഴിക്കാൻ പാടില്ല. ആണ്ടി 2 മാസം അല്ലേ ഉള്ളൂ ദാമ്പത്യം. ബാക്കിയുള്ള നേരം മുഴുവൻ അവനെ കുറിച്ച് ഓർത്തുള്ള ആദ്യമല്ലയോ. അതുകൊണ്ടാ മാമൻ കല്യാണം കഴിക്കാതെ നിന്ന് പോയെ. പിന്നെ അല്ലാതെ. കേട്ടോ ടീച്ചറെ, പണ്ട് ഞാൻ ബർമയിലായിരുന്നപ്പോ അന്ന് ഞാൻ ഇങ്ങനൊന്നും അല്ല. ഒരു 26-27 വയസ്സ് പ്രായം. വൈകുന്നേരം ആവുമ്പോ ഒരു ഷോർട്സും ടീഷർട്ടും ഒക്കെ എടുത്തിട്ടുണ്ട് ഒരു ഈവനിങ് വാക്കിന് അങ്ങ് പോവും. അങ്ങനെ പ്രാക്ടീസ്. നിന്നെ പോലെ ഒന്നും അല്ല അന്നത്തെ ചെറുപ്പക്കാര്. അങ്ങനെ ഇരിക്കുമ്പോ വരുന്നു ഒരു കല്യാണാലോചന. എവിടാ? ബർമയില്. അവിടുത്തെ രാജകുമാരി ആയിരിക്കും ആലോചിച്ചോണ്ട് വന്നത്. ഒന്ന് മതിയാക്കും മാമ ഈ പുളുവടി. ആരണ്ടൊക്കെ മാമനെ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. എങ്കിൽ പിന്നെ അതൊന്നും പറയണ്ടേ? നീ വന്ന് പറയാ, ഞാൻ എങ്ങനെ അറിയുന്നേ? വല്ല പ്രസാദകരുമായിരിക്കും. എഴുതി കൊടുക്കാൻ താമസിക്കുന്നുണ്ടാ. ഇത്തവണത്തേക്ക് മാപ്പ്. പപ്പു, ദേ ഇവിടെ. പപ്പു, രതി ചേച്ചിയുടെ അമ്മയുണ്ടോ? പപ്പുവോ? അകത്തുണ്ട്, ചെന്നാട്ടെ. രതി ചേച്ചിയുടെ അമ്മേ.
രതി ചേച്ചി ഇതാ മാഗസിൻ. ഇങ്ങ് താ പപ്പു. നട്ടുച്ചയ്ക്ക് വീട്ടിൽ കള്ളം കയറിയ പോലും അറിയില്ലല്ലോ. രതി ചേച്ചിയുടെ അമ്മ എവിടെ പോയി? ഇവിടെ എവിടെ ഉണ്ടായിരുന്നു, കുളിക്കാൻ പോയി കാണും. എന്താ ഇപ്പോ? എൻ്റെ അമ്മ പറഞ്ഞു വീട്ടിലേക്കൊന്ന് വിളിച്ചോണ്ട് ചെല്ലാൻ. ആരെ? നിങ്ങളെയല്ല, രതി ചേച്ചിയുടെ അമ്മയെ. എന്തിനാ? അത് അവിടെ എന്തോ വിശേഷമുണ്ട്. വിശേഷോ? ആ, ഒരു വിശേഷമുണ്ട്. എന്താ അത്ര വലിയ വിശേഷം? ശാന്തിയില്ലേ, ആ നമ്മുടെ ശാന്തി. 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 വേഗം പറ പപ്പു. ഞാൻ ചെവിയിൽ പറഞ്ഞുതരാം. ശാന്തി ഇല്ലേ, ശാന്തിക്ക് ശാന്തി ഒരു വിശേഷം. അവസാനം എഴഞ്ഞെത്തി. ട്രെയിൻ 1 മണിക്കൂർ ലേറ്റ്. ഞങ്ങക്ക് തോന്നി. ഇവളങ്ങോട്ട് വളരുന്നില്ലല്ലോ. കഴിഞ്ഞല്ല ഞാൻ വന്നപ്പോഴും ഇതുപോലെ തന്നെ ഇരിക്കുന്നു. അല്ല, എന്ത് വേണമെന്ന് പിന്നെ അവള് സാരി കൊടുത്ത് നിൽക്കണോ? ഇറങ്ങി താഴെ. മോക്ക് ചോക്ലേറ്റും ഉടുപ്പും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആരും ബഹളം വെക്കരുത്. എല്ലാവർക്കും ഉള്ള സാധനം ഇതിനകത്തുണ്ട്. ഓക്കെ. ഇത് പപ്പൂന്. ഈ പാവമോ അല്ലേ, ഗോവിന്ദന് മാത്രം ഒന്നും വാങ്ങിയില്ലേ? പെട്ടിയിലുള്ള സാധനം മുഴുവൻ മറ്റുള്ളവർക്ക്, എന്നിട്ട് ഈ കാലിപ്പെട്ടി മാത്രം ഇവന്. ഇവിടെ പോരെ. ബഹളം വെക്കണ്ട. അടിച്ചോ. കൊള്ളാം. നല്ല മണം. ആഹാ, സെന്റൊക്കെ അടിച്ച് രാവിലെ എങ്ങോട്ടാ സാറ്? വെറുതെ ഇങ്ങനെ. വെറുതെ നിൽക്കുന്ന നേരത്ത് ഈ ഇലയൊക്കെ ഒന്ന് പെറുക്കി സഹായിച്ചൂടെ? നാളെ പൂജയുള്ളതാ. ആവശ്യമുള്ളവർ തന്നെ അങ്ങ് പെറുക്കിയാ മതി.
ആരും പറഞ്ഞൊന്നല്ല, പിന്നെ എനിക്ക് തന്നെ അങ്ങ് തോന്നിയതാ. ഛേ, തന്നെ അങ്ങ് തോന്നുമല്ലേ? കുഞ്ഞമ്മയോട് ഞാനൊന്ന് പോയി ചോദിക്കട്ടെ.